ഇടവിടാതെ ഒഴുകുന്ന പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ സാന്തൻപാറ എന്ന സ്ഥലത്താണ് മഷ്റൂം ഹട്ട് ഫാം സ്റ്റേ ഓർഗാനിക് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ടിൽ 2015 വരെ ഒരുപാട് വിനോദസഞ്ചാരികൾ താമസിച്ചിരുന്നു. പക്ഷെ കാലക്രമേണ ആളുകളുടെ വരവ് കുറഞ്ഞതോടെ റിസോർട്ടിന്റെ ഉടമ മറ്റൊരു തീരുമാനം എടുത്തു. റിസോർട്ടിനുള്ളിൽ കുറച്ചു കാലത്തേക്ക് മൃഗസംരക്ഷണം നടത്താം എന്നായിരുന്നു പദ്ധതി. അതനുസരിച്ച് പശുക്കൾ, ആടുകൾ, പ്രത്യേകിച്ച് ചെമ്മരിയാട്, ടർക്കികൾ, വിവിധ ഇനങ്ങളിലുള്ള കോഴികൾ എന്നിവയെ റിസോർട്ട് പരിസരങ്ങളിൽ വളർത്താൻ ആരംഭിച്ചു. അതുപോലെ തന്നെ റിസോർട്ടിന് സമീപമുള്ള കൃഷിഭൂമിയിൽ കൃഷിയും ആരംഭിച്ചു. മറ്റൊരു വശത്ത് ഇടയ്ക്കിടെ 1-2 ആൾ ഈ റിസോർട്ടിൽ താമസിക്കാൻ എത്തിയിരുന്നുവെങ്കിലും അതിനെ ഒരു സൈഡ് ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ഉടമ തീരുമാനിച്ചത്. മൃഗസംരക്ഷണവും കൃഷിയും ഒരുമിച്ച് നോക്കേണ്ടതായതിനാൽ റിസോർട്ടിന്റെ പരിപാലനത്തിനും ക്ലീനിംഗ് ജോലിക്കും ഒരു സ്ത്രീയെ ആവശ്യമുണ്ടെന്നും ദമ്പതികൾ വരികയാണെങ്കിൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം മാനേജരോട് പറഞ്ഞു. അതനുസരിച്ച് മാനേജർ ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുല്ലൂർ സ്വദേശികളായ 33 വയസ്സുള്ള റിജോഷും അദ്ദേഹത്തിന്റെ 29 വയസ്സുള്ള ഭാര്യ ലിജിയും ഈ ജോലിക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. റിസോർട്ടിലേക്ക് വരുന്നതിന് മുൻപ് റിജോഷ് തന്റെ 12 വയസ്സുള്ള മകളെയും 10 വയസ്സുള്ള മകനെയും അമ്മായിയുടെ വീട്ടിലാക്കി. അവിടെ നിന്നാണ് അവർ സ്കൂളിൽ പോകുന്നത്. തുടർന്ന് ഈ ദമ്പതികൾ റിസോർട്ടിലെത്തി. അവർക്കായി അനുവദിച്ച വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ആരംഭിച്ചു. റിജോഷ് മൃഗസംരക്ഷണവും കൃഷിയിടങ്ങളുടെ പരിപാലനവും നോക്കിയപ്പോൾ ഭാര്യയായ ലിജി ഈ റിസോർട്ടിന്റെ ക്ലീനിങ്ങും അവിടെയുള്ള മെയിൻ്റനൻസ് ജോലികളായിരുന്നു ഏറ്റെടുത്തത്. ഇവരുടെ ജോലിയും യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്നുകൾ തുടങ്ങിയ എല്ലാ കാര്യവും റിസോർട്ട് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. ഇതുമൂലം അവർക്ക് ലഭിച്ച ശമ്പളം മുഴുവനും സേവ് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു ജീവിതമായിരുന്നു അവിടെ ആരംഭിച്ചത്. അങ്ങനെ ഒരു വർഷത്തോളം നല്ല സുഖമായി തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ 2019 ഒക്ടോബർ മാസം 31-ാം തീയതി റിജോഷ് സമീപത്തെ കടയിലേക്ക് ചില സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു എന്ന് ഭാര്യ ലിജിയോട് പറഞ്ഞ് വൈകുന്നേരം വീട്ടിൽ നിന്നും ഇറങ്ങി. രാത്രിയോടെ വീട്ടിലേക്ക് മടങ്ങി വരും. പിന്നെ ഇരുവരും ചേർന്ന് ഭക്ഷണം കഴിക്കാം എന്ന് കരുതി ലിജി കാത്തിരുന്നു. പക്ഷേ റിജോഷ് തിരിച്ചെത്തിയില്ല. മദ്യപാന ശീലമുള്ളതിനാൽ എവിടെയെങ്കിലും കുടിക്കാൻ പോയിട്ടുണ്ടാകുമെന്ന് കരുതി ലിജി കാത്തിരുന്നു. പക്ഷെ രാത്രി 11 മണിയായിട്ടും റിജോഷ് വന്നില്ല. അദ്ദേഹത്തിന് മൊബൈൽ ഫോണും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ലിജി സമീപവാസികളോട് റിജേഷിനെ കണ്ടു എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷെ ആരും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ രാത്രി ഏറെ വൈകി വന്നേക്കാം എന്ന് കരുതി ലിജി കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷെ അടുത്ത ദിവസം രാവിലെ ആയിട്ടും റിജേഷ് വന്നില്ല. ഇപ്പോൾ ലിജിക്ക് വല്ലാത്ത ഭയവും ആശങ്കയുമായി. ഉടൻ തന്നെ അവൾ തൻ്റെ അച്ഛനെയും അമ്മയും വിവരം അറിയിച്ചു. ബന്ധുക്കളും സ്ഥലത്തെത്തി. പല ഭാഗങ്ങളിലായി തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ എവിടെയും റിജോഷിനെ കണ്ടെത്താനായില്ല. അവസാനം സമീപത്തുള്ള സാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ റിജോഷിനെ കാണാനില്ല എന്നൊരു പരാതി നൽകി. പരാതിയിൽ റിജോഷിനെ കാണാൻ എങ്ങനെയാണ്, ശരീര സവിശേഷതകൾ, അവസാനം ധരിച്ചിരുന്ന വസ്ത്രം എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരും റിജോഷ് ജോലി ചെയ്തിരുന്ന റിസോർട്ടിലെത്തി പരിശോധന നടത്തി. മറ്റൊരു വശത്ത് ലിജിയും ബന്ധുക്കളും വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിലിങ്ങനെ തുടരുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്ര ശ്രമിച്ചിട്ടും ബന്ധുക്കൾ എത്ര അന്വേഷിച്ചിട്ടും റിജോഷിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇങ്ങനെ തിരച്ചിൽ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റിജോഷ് കാണാതായി 3 ദിവസം കഴിഞ്ഞപ്പോൾ അതീവ ദുരൂഹമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ലിജിയും അപ്രത്യക്ഷയായി. ഇതോടെ ബന്ധുക്കൾക്കിടയിൽ വലിയ ഭയമുണ്ടായി. റിജോഷിനൊപ്പം ലിജിയെയും ചേർത്ത് തിരച്ചിൽ ആരംഭിച്ചു. ലിജിയുടെ മൊബൈൽ ഫോണിൽ വിളിച്ചപ്പോഴെല്ലാം സ്വിച്ച് ഓഫ് എന്നാണ് വന്നത്. ലിജിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന സംശയത്തോടെയാണ് വീണ്ടും അതേ പോലീസ് സ്റ്റേഷനിലെത്തി ലിജി കാണാതായി എന്ന് മറ്റൊരു മിസ്സിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഒരുമിച്ച് റിസോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവും ഭാര്യയും ഒരുമിച്ച് അപ്രത്യക്ഷമായതോടെ പോലീസ് ഈ ഒരു കേസ് വളരെ ഗൗരവമായി നോക്കാൻ തുടങ്ങി. വീണ്ടും റിസോർട്ടിലെത്തി പരിശോധനകൾ ആരംഭിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി. പരിസര പ്രദേശങ്ങളിലെ ആളുകളെല്ലാം ചോദ്യം ചെയ്തു. റിസോർട്ടിന്റെ പരിസരത്ത് CCTV ക്യാമറകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ചുള്ള യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചത് റിസോർട്ടിനുള്ളിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഈ ദമ്പതികളെ കൊലപ്പെടുത്തിയിരിക്കാം എന്നാണ്. ഇരുവരും ഒരുമിച്ച് അപ്രത്യക്ഷമായതിനാൽ റിസോർട്ട് പരിസരത്ത് തന്നെ കൊലപ്പെടുത്തി അവിടെ തന്നെ മൃതദേഹം എവിടെയെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടാകും എന്ന് സംശയിച്ചു. അതുകൊണ്ട് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടൊന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തി. കാണാതായ ഇരുവരുടെയും ഉപയോഗത്തിലുണ്ടായിരുന്ന വസ്തുക്കൾ മണപ്പിച്ച് തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ പോലീസ് നായ റിസോർട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ അകലെയുള്ള
ഒരു ജലസംഭരണിക്ക് സമീപം പുതുതായി മണ്ണ് നിറച്ചതായി തോന്നുന്ന ഒരു സ്ഥലത്ത് ചെന്നെത്തി. ആ സ്ഥലത്ത് തന്നെ നായ വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങിയതോടെ പോലീസിന് ശക്തമായ സംശയം തോന്നി. ഉടൻ തന്നെ JCB വിളിച്ചു വരുത്തി അവിടെ കുഴിച്ചു നോക്കി. ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അഴുകിയതും ഭാഗികമായി കത്തിക്കരിഞ്ഞ അവസ്ഥയിലുള്ള ഒരു മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തി. ഒരു വശത്ത് ഈ പോലീസ് നായയുടെ കഴിവ് അവർക്ക് സന്തോഷം നൽകിയെങ്കിലും മറുവശത്ത് അത് പോലീസിനും പ്രദേശവാസികൾക്കും വലിയ ഞെട്ടലാണ് നൽകിയത്. കാരണം അത്രയും ഭീകരമായ ഒരു ക്രൈം സീൻ അത് അവരാദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് പുറത്തെടുത്ത ആ മൃതദേഹം ആരുടേതാണ്? ഭർത്താവും ഭാര്യയും എവിടേക്കാണ് പോയത്? അവർക്ക് എന്താണ് സംഭവിച്ചത്? കാണാതായി ഇരുവരെയും ജീവനോടെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചോ ഇല്ലയോ? 2019 കേരളത്തെ മുഴുവനും നടുക്കിയ അതീവ ദുരൂഹതയും ഭീതിയും നിറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുവഴി കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. ക്രൈം വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇടുക്കി ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർ റിസോർട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ശക്തമായ പരിശോധനകൾ ആരംഭിച്ചു. റിസോർട്ടിന്റെ ഉടമയെയും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്തു. എന്നാൽ ഈ അന്വേഷണം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അതേസമയം അതിന് സമാന്തരമായി മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ നവി മുംബൈയിൽ ചില നിർണായക സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു. റിസോർട്ടിൽ നിന്നും ദമ്പതികൾ അപ്രത്യക്ഷമായതിന് പിന്നാലെ 2019 നവംബർ മാസം 4 നവി മുംബൈയിൽ പൻവേൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സമീർ ലോഡ്ജ്, ഈ ലോഡ്ജിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ദമ്പതികൾ ബാഗും സാധനങ്ങളും കയ്യിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞുമായി അവിടെ വരുന്നു. ഞങ്ങൾക്കൊരു മുറി വേണമെന്ന് അവർ റിസപ്ഷനിൽ ആവശ്യപ്പെട്ടു. റിസപ്ഷനിൽ ഉണ്ടായിരുന്നയാൾ, നിങ്ങൾ എന്തിനാണ് ഈ സ്ഥലത്തേക്ക് വന്നത്? എത്ര ദിവസം ഉണ്ടാകും? അതായത് ജോലി ആവശ്യത്തിന് വേണ്ടിയാണോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ വന്നത് എന്ന രീതിയിൽ ചോദിച്ചു. ഇതിനിവർ പറഞ്ഞത്, എനിക്കിവിടെയാണ് ജോലി ലഭിച്ചത്, വീട് സ്ഥിരമാകുന്നത് വരെ ഇവിടെ താമസിക്കണം എന്നൊരു മറുപടി നൽകി. അങ്ങനെ ആ ദമ്പതികൾക്ക് അവരൊരു മുറിയും നൽകി, അവിടെ താമസമാക്കി. തുടർച്ചയായി 6 ദിവസത്തോളം അവർ അതേ മുറിയിൽ തന്നെ താമസിച്ചു. എന്നാൽ പുറത്തിറങ്ങി ഭക്ഷണവും മറ്റ് ആവശ്യമായ കാര്യങ്ങളെല്ലാം വാങ്ങിയിരുന്നത് ഭർത്താവ് മാത്രമായിരുന്നു. ഇതെല്ലാം ലോഡ്ജിലെ ആ റിസപ്ഷൻ ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ എല്ലാം സുഖമായി നീങ്ങുന്നതിനിടെയാണ് 2019 നവംബർ മാസം 9 വൈകുന്നേരം മുറി വൃത്തിയാക്കാൻ എത്തിയ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ അവരുടെ മുറിയുടെ വാതിൽ തട്ടി. അങ്ങനെ ആ മുറിയും ബാത്റൂമും വൃത്തിയാക്കി പുറത്തു വന്നപ്പോൾ ഭർത്താവിനെയും ഭാര്യയെയും കുഞ്ഞിനെയും മൂവരെയും ജീവനോടെ കണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ 9 മണിയോടെ വീണ്ടും ഹൗസ് കീപ്പിംഗ് ജീവനക്കാർ മുറി വൃത്തിയാക്കാൻ എത്തിയപ്പോഴേക്കും ഭർത്താവും ഭാര്യയും കുഞ്ഞും ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മുഖത്ത് ഒരു അസ്വസ്ഥതയും ഭയവും നിറഞ്ഞ എന്തോ ഒരു മനോഭാവം. എന്നാൽ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ അതിനെ വലിയ കാര്യമാക്കി എടുത്തില്ല. തൻ്റെ പതിവ് ജോലികൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് വൈകുന്നേര സമയത്ത് മുറി വൃത്തിയാക്കാനായി വന്ന മറ്റൊരു ജീവനക്കാരൻ ആ റൂമിൻ്റെ വാതിൽ തട്ടി. പക്ഷെ ആ സമയം വാതിൽ തുറന്നില്ല. അതിനാൽ മറ്റു മുറികളെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം അവസാനം ഈ മുറി വൃത്തിയാക്കാമെന്ന ചിന്തയിൽ വീണ്ടും അവിടെ എത്തി. എന്നാൽ വീണ്ടും വാതിൽ തട്ടിയപ്പോൾ അപ്പോഴും തുറന്നില്ല. ഇതോടെ സംശയം തോന്നിയ ക്ലീനിങ് സ്റ്റാഫ് ഉടൻ തന്നെ ലോഡ്ജിന്റെ ഇൻചാർജിനെ വിവരം അറിയിച്ചു. ഇൻചാർജ് ഉടൻ തന്നെ ആ മുറിക്ക് മുന്നിലെത്തി പലതവണ വാതിൽ തട്ടി. റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ആ ദമ്പതികൾ പുറത്തു പോയതിന്റെ യാതൊരു സൂചന ഉണ്ടായിരുന്നില്ല. ഉള്ളിലായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മുറിക്ക് ഉള്ളിൽ നിന്നും ഫാനിന്റെ ശബ്ദം കേട്ടതായും പറഞ്ഞതോടെ ഇൻചാർജ് വീണ്ടും വാതിൽ തട്ടി. പക്ഷെ മുറിക്കുള്ളിൽ നിന്നും യാതൊരു പ്രതികരണം ഉണ്ടായില്ല. ഇതോടെ ഭയന്ന ഇൻചാർജ് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്പെയർ കീ എടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി. അപ്പോഴവർ കണ്ട കാഴ്ച അവരെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 6 ദിവസങ്ങൾക്ക് മുൻപ് എത്തിയ ഈ കേരളത്തിൽ നിന്നുള്ള ദമ്പതികൾ, അവരുടെ 3 വയസ്സുള്ള കുഞ്ഞ്, മൂവരും ബോധം നഷ്ടപ്പെട്ട നിലയിൽ അതീവ ദുരൂഹമായി മുറിക്കുള്ളിൽ കിടക്കുകയായിരുന്നു. അവർക്കടുത്തായി തന്നെ ഒരു വിഷമരുന്നിന്റെ കുപ്പി കിടക്കുന്നതും കണ്ടു. ഇപ്പോൾ ഉടൻ തന്നെ പൻവേൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് ഉടൻ സംഭവ സ്ഥലത്തെത്തി. 3 പേരെയും സമീപത്തെ ഒരു JJ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ
ഈ ഡോക്ടർമാർ 3 വയസ്സുള്ള കുഞ്ഞായ ജോവാനെ പരിശോധിച്ചപ്പോൾ ആ കുഞ്ഞ് ഇതിനകം മരിച്ചുവെന്നാണ് സ്ഥിരീകരിച്ചത്. മറ്റൊരു വശത്ത് ഭർത്താവും ഭാര്യയും ജീവനോടെ ഉണ്ടായിരുന്നു. ആവശ്യമായ ചികിത്സ നൽകിയാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. അതിനനുസരിച്ച് ഫസ്റ്റ് എയ്ഡും ICU ചികിത്സയും എല്ലാം നൽകി. ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനും സാധിച്ചു. ഇപ്പോൾ ഇതുവരെയും കേട്ടതിൽ വെച്ച് നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാകും, എന്തിനാണ് യാതൊരു ബന്ധവുമില്ലാതെ ഈ കഥ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന്. ഉറപ്പായും ഇതിന് റിസോർട്ടുമായി ഒരു ബന്ധമുണ്ട്. കാരണം ആ റിസോർട്ടിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന വസീമാണ് ഭാര്യയും കുഞ്ഞുമായി ഈ ലോഡ്ജിലെത്തിയത്. പോലീസ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഇരുവരും കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ പോലീസ് തേടപ്പെടുന്ന വ്യക്തികളാണെന്നാണ് മനസ്സിലായത്. അതായത് ഇടുക്കി ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ ഈ ലോഡ്ജിലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനകം തന്നെ പൻവേൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരുവരും ICUവിൽ ബോധരഹിതരായി കിടന്നതിനാൽ കേരള പോലീസും മഹാരാഷ്ട്ര പോലീസിനും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് പൻവേൽ പോലീസ് 3 വയസ്സുള്ള കുഞ്ഞിനെ വിഷം കൊടുത്തു കൊലപ്പെടുത്തി എന്ന കുറ്റം ചുമത്തി ഈ ദമ്പതികൾക്കെതിരെ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതേസമയം കേരളത്തിലെ റിസോർട്ടിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികൾ അപ്രത്യക്ഷമായ കേസിലും ഇവരെ പ്രതികളാക്കി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇങ്ങനെ 2 സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവർ എപ്പോൾ ബോധം വീണ്ടെടുക്കും എന്ന കാത്തിരിപ്പിലായിരുന്നു. അങ്ങനെ ഏകദേശം 20 മുതൽ 25 ദിവസത്തിന് ശേഷമാണ് ഈ ദമ്പതികൾക്ക് ബോധം വീണ്ടെടുക്കാൻ സാധിച്ചത്. പൻവേൽ പോലീസ് അവരുടെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കേരള പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് റിജോഷിന് എന്ത് സംഭവിച്ചു, അവന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, ഇങ്ങനെ ഓരോ വിവരവും പോലീസിന് വ്യക്തമായി മനസ്സിലായത്. വസീം അബ്ദുൽ ഖാദർ, ഈ വസീമിന് 32 വയസ്സ്. റിസോർട്ടിൽ ഈ ദമ്പതികൾ ജോലിക്ക് പ്രവേശിക്കുന്നതിന് 4 വർഷം മുൻപേ തന്നെ വസീം ആ റിസോർട്ടിൽ മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു. ഇവരെ ഈ ജോലിയിൽ നിയമിച്ചതും വസീം തന്നെയായിരുന്നു. അതിനുശേഷം റിസോർട്ടിലെ ജോലികളൊക്കെ ക്രമമായി വിഭജിച്ച് നൽകുകയും ഭക്ഷണം ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തു. എല്ലാം ചെയ്തത് വസീം തന്നെയായിരുന്നു. ഇങ്ങനെ എല്ലാം സുഖമായി മുന്നോട്ട് പോകുന്നതിനിടെ മദ്യപാന ശീലമുണ്ടായിരുന്ന റിജോഷിന് വസീം ഇടയ്ക്കിടെ മദ്യം വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. എന്തിനാണ് വസീം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് റിജോഷിന് അറിയില്ല. നമ്മൾ റിസോർട്ടിൽ നല്ല രീതിക്ക് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാകാം ഇങ്ങനെ സഹായിക്കുന്നത് എന്ന് കരുതി റിജോഷ് അതിനെക്കുറിച്ച് അധികം സംശയിച്ചില്ല. അങ്ങനെ വസീം വാങ്ങിക്കൊടുത്ത മദ്യം കഴിച്ച് റിജോഷ് രാത്രി വളരെ നേരത്തെ തന്നെ ഉറങ്ങിപ്പോയി. പക്ഷെ റിജോഷിന് അറിയില്ലായിരുന്നു ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീകരമായ സത്യം. റിജോഷിന് വസീം മദ്യം വാങ്ങിക്കൊടുത്തതെല്ലാം യഥാർത്ഥത്തിൽ അവന്റെ ഭാര്യ ലിജിയോടുള്ള അമിത ആഗ്രഹം കൊണ്ടായിരുന്നു. ആദ്യ സമയത്ത് ഈ വസീമിനും ലിജിക്കുമിടയിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഇരുവരുടെയും ഇടയിൽ ഒരു രഹസ്യ ബന്ധം രൂപപ്പെടാൻ തുടങ്ങി. പ്രധാനമായും റിജോഷ് മൃഗങ്ങളെ നോക്കുന്നതിലും കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ലിജി ഈ റിസോർട്ടിലെ ജോലികളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വസീമും ലിജിയും പലപ്പോഴും കാണേണ്ട സാഹചര്യം ഉണ്ടായി. ഇതോടൊരു പരിചയം ഉണ്ടായി. പിന്നീട് അതൊരു രഹസ്യമായ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പായി മാറി. ഈ ഒരു ബന്ധം പുറത്ത് അറിയരുതെന്നും ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഇടയ്ക്കിടെ മദ്യപിക്കുന്ന റിജോഷിന് വസീം സ്ഥിരമായി മദ്യമായി കൊടുത്തത്. അവനൊപ്പം ചേർന്ന് വസീമും കുറച്ചു കുടിക്കും. എന്നിട്ട് റിജോഷിന്റെ ബോധത്തെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയും ലിജിയെ ഉപയോഗിച്ച് തനിക്ക് ആവശ്യമായതെല്ലാം നേടുകയും ചെയ്തു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും റിജോഷ് ഇതിനെക്കുറിച്ചൊന്നും അധികം സംശയിച്ചില്ല. എങ്കിലും ഭാര്യയുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്രത്യക്ഷിതമായി നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ആഭരണങ്ങൾ അണിയുക, ഇങ്ങനെ ചില മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയം ഉയർത്തി. ഇതെല്ലാം എന്തിനാണ് എന്ന ചിന്തയോടെ ഒരു ദിവസം ലിജിയെ നിരീക്ഷിച്ചപ്പോൾ അവൾ മാനേജറായ വസീമിനോട് വളരെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടു. അതോടെ എൻ്റെ ഭാര്യയ്ക്കും മാനേജർക്കും ഇടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം റിജോഷിന്റെ മനസ്സിൽ വളർന്നു വന്നു. അതിനാൽ അദ്ദേഹം ഭാര്യയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എങ്കിലും മാനേജർ നല്ലയാളാണ് എന്ന വിശ്വാസത്തിൽ വസീം മദ്യമായി കൊടുത്തപ്പോൾ എല്ലായ്പ്പോഴും റിജോഷ് അത് സ്വീകരിച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. റിജോഷിന് സംശയം ഉണ്ടായിരുന്നെങ്കിലും അത് നേരിട്ട് വസീമിനോട് ചോദിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. വസീം വാങ്ങിക്കൊടുത്ത മദ്യം കുടിച്ച് പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുത്തി ഉറങ്ങുന്നതാണ് റിജോഷിന്റെ ഒരു പതിവ്. ഈ രാത്രികളിലെല്ലാം ലിജി ഈ മാനേജർക്കായി മാറ്റിവെച്ചിരിക്കുന്ന മുറിയിലേക്ക് പോകും. അവിടെ വസീമിനൊപ്പം സമയം ചിലവഴിക്കും. ഒരു ദിവസം റിജോഷ് സാധാരണയേക്കാൾ നേരത്തെ ഉറക്കമെഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റിസോർട്ടിലെ ഒരു മുറിയിൽ നിന്ന് മാനേജറായ വസീമും തൻ്റെ ഭാര്യയും പുറത്തു വരുന്നത് കണ്ടു. ഇത് കണ്ടതോടെ ഞെട്ടിപ്പോയ റിജോഷ് വസീമിനോട് കാര്യം ചോദിച്ച് കനത്ത വഴക്കിലായി. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വസീം റിജോഷിനെ
ശക്തമായി മർദ്ദിച്ചു. ഒരു പകുതി ബോധാവസ്ഥയിലായിരുന്ന റിജോഷ് ആ അടികൾ സഹിക്കാനാകാതെ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണു. അദ്ദേഹം മരിച്ചു എന്ന് കരുതിയ വസീം സമീപത്തുണ്ടായിരുന്ന മണ്ണെണ്ണ എടുത്ത് റിജോഷിന്റെ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തി. എന്നാൽ ഇതൊന്നും തടയാതെ ലിജി വളരെ നിശബ്ദയായി കാഴ്ചക്കാരിയായി നോക്കി നിന്നു. അതിനുശേഷം റിസോർട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ അകലെയുള്ള ഒരു ജലസംഭരണിക്ക് സമീപം കുഴിയെടുത്ത് റിജോഷിന്റെ മൃതദേഹം ഭാഗികമായി കുഴിച്ചിട്ടു. പൂർണ്ണമായും മറച്ചുവെക്കാൻ കഴിയാത്തതിനാൽ വസീം JCBയെ വിളിച്ചു. ഒരു കാളക്കുട്ടി ചത്തുപോയി, അതിവിടെ കുഴിച്ചു മൂടിയതാണ്, അതിനാൽ ഈ ഒരു കുഴി ഒന്നുകൂടെ വൃത്തിയായി മൂടണം എന്നവരോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഇരുവരും റിസോർട്ടിൽ തന്നെ സാധാരണ ജീവിതം തുടർന്നു. മറ്റൊരു വശത്ത് 2019 നവംബർ മാസം 1 തന്നിൽ ഒരു സംശയം വരാതിരിക്കാനായി ലിജി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. തൻ്റെ കുടുംബത്തോടൊപ്പം ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ചു. അവരോടൊപ്പം തിരച്ചിലും പങ്കെടുത്തു. ഇതൊന്നും അറിയാതെ ബന്ധുക്കളും അവളെ വിശ്വസിച്ച് ഒപ്പം തിരഞ്ഞു. പക്ഷേ കേരള പോലീസ് ഈ ഒരു കേസ് കയ്യിലെടുത്ത് അതീവ ഗൗരവത്തോടെ സീരിയസ് അന്വേഷിക്കാൻ തുടങ്ങി. റിസോർട്ടിലേക്ക് ഇടയ്ക്കിടെ എത്തി പരിശോധന നടത്തുകയും പ്രദേശവാസികളെ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ വസീമിനും ലിജിക്കും ഭയം തോന്നി. ഇവിടെ ഇനിയും തുടർന്നാൽ പിടിയിലാകുമെന്ന ഭയത്തിൽ ഇരുവരും സാധനങ്ങൾ പാക്ക് ചെയ്ത് നേരിട്ട് നവി മുംബൈയിലെ സമീർ ലോഡ്ജിലേക്ക് പോയി. ഞങ്ങൾ ഭർത്താവും ഭാര്യയുമാണ്, ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്, വീട് കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കണമെന്ന വ്യാജ കാരണം ഉപയോഗിച്ച് ആധാർ കാർഡുകൾ നൽകി അവർ ആ ലോഡ്ജിൽ താമസമാക്കി. അതേസമയം ലിജിയുടെ ബന്ധുക്കൾ ലിജിയെ കാണാനില്ല എന്നും പറഞ്ഞ് നവംബർ മാസം 4 പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും റിസോർട്ടിൽ അന്വേഷണം നടത്തിയപ്പോൾ ലിജി കാണാതായ അതേ ദിവസം തന്നെ വസീമിനെയും കാണാനില്ല എന്ന് കണ്ടെത്തി. ഇതോടെ ഇരുവരും ഒളിച്ചോടിയതായിരിക്കും എന്ന സംശയം പോലീസിന് ഉറപ്പായി. ഉടൻ തന്നെ വസീമിന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ട്രേസ് ചെയ്തു. അവർ യാത്ര ചെയ്ത വഴികൾ, നിലവിലെ സ്ഥാനം എല്ലാം കണ്ടെത്തി. കൂടാതെ സമീർ ലോഡ്ജിൽ നിന്നും വസീം തന്റെ സഹോദരനായ മുഹമ്മദുമായി സംസാരിച്ചിരുന്നു. ഇതിലൂടെ പോലീസിനെ വഴിതെറ്റിക്കാനും ശ്രമിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. റിജോഷിനെ കൊലപ്പെടുത്തിയത് നീയാണ്, ഇങ്ങനെ ഒരു കുറ്റം ചുമത്തിയാണ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. ഈ ഒരു വിവരം ഇവന്റെ അച്ഛൻ വസീമിനെ വിളിച്ചറിയിച്ചു. അതിനാൽ എൻ്റെ സഹോദരൻ നിരപരാധിയാണ്, കുറ്റം ചെയ്തത് ഞാനാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. ഈ വീഡിയോ കേരള പോലീസിന് അയച്ചു കൊടുത്തു. 2019 നവംബർ മാസം 9 കേരള പോലീസിന് വീഡിയോ സന്ദേശം അയച്ചത്. അതിനുശേഷം കേരള പോലീസിൽ നിന്നും ഒരു പ്രത്യേക ടീം വസീമിനെ അറസ്റ്റ് ചെയ്യാനായി ബോംബെയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഇതെല്ലാം പറഞ്ഞ വസീമിന്റെ അച്ഛൻ കേരള പോലീസ് നിന്നെ പിടിക്കാൻ വരികയാണ് എന്ന വിവരം വസീം വിഷം കഴിക്കുന്നതിന് മുൻപ് തന്നെ രാവിലെ ഏകദേശം 11 മണിയോടെ അവനെ അറിയിച്ചു. അതിനുശേഷമാണ് വസീം സമീപത്തുള്ള കടയിൽ നിന്നും ഒരു കീടനാശിനി വാങ്ങിക്കൊണ്ടുവന്നു. ആ വിഷം വാഴപ്പഴത്തിൽ ചേർത്ത് കുഞ്ഞിന് കൊടുത്തു. അതുപോലെ തന്നെ ജ്യൂസിൽ കലർത്തി താനും ഭാര്യയും കുടിച്ചു. ഭാര്യയല്ല, ലിജിക്കും കൊടുത്തു. അതിനുശേഷം മുറി ഇൻചാർജ് അവിടെ എത്തി പോലീസിനെ വിവരം അറിയിച്ചു. പിന്നെ മുഴുവൻ സംഭവം പുറം ലോകം അറിഞ്ഞു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്കൊരു സംശയം തീർച്ചയായും വരണം. ഈ കുഞ്ഞാരാണ്? ഇത്രയും സമയം ഈ കഥയിൽ ഇങ്ങനൊരു കുഞ്ഞില്ലായിരുന്നല്ലോ. ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. ഈ കുഞ്ഞ് മറ്റാരുടേതുമല്ല, റിജോഷിൻ്റെയും ലിജിയുടെയും സ്വന്തം കുഞ്ഞാണ്. 10 വയസ്സും 12 വയസ്സുമുള്ള അവരുടെ 2 മുതിർന്ന കുട്ടികളെ റിജോഷ് തൻ്റെ അമ്മായിയുടെ വീട്ടിൽ ആക്കിയിരുന്നു. എന്നാൽ 3 വയസ്സുള്ള കുഞ്ഞായ ജോവാനെ മാത്രം റിസോർട്ടിലേക്ക് അവർ കൂടെ കൊണ്ടുവന്നിരുന്നു. ലിജി വസീമിനൊപ്പം ഒളിച്ചോടുമ്പോഴും ആ കുഞ്ഞിനെയും കൂടെ എടുത്തുകൊണ്ടാണ് ബോംബെയിലേക്ക് വന്നത്. പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ അപമാനമാകും എന്ന് കരുതി നമ്മൾ മൂവരും മരിച്ചാൽ മതി എന്ന തീരുമാനത്തിലാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എന്നാൽ ആ ശ്രമം ഈ ദമ്പതികൾക്ക് പൂർണ്ണ പരാജയമായിരുന്നു. പക്ഷെ യാതൊരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞ് അന്യായമായി ജീവൻ നഷ്ടപ്പെടുത്തി. മറ്റൊരു വശത്ത് പോലീസിന്റെ അന്വേഷണം വളരെ തുറന്ന നിലയിൽ തന്നെ തുടർന്നു. ആ ജലസംഭരണിക്ക് സമീപത്ത് നിന്നും റിജോഷിന്റെ മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പിന്നീട് ദമ്പതികൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. 2 സംസ്ഥാനങ്ങളിലുമായി കേസ് നടക്കുന്നതിനാൽ ബോംബെ കോടതിയിൽ ജാമ്യം അപേക്ഷിച്ച് 2024 ഇവർ പുറത്തിറങ്ങി. എന്നാൽ കേരള ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് ഇപ്പോഴും തുടരുകയാണ്. അവസാനം ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ലിജിയുടെ തെറ്റായ തീരുമാനം എത്രയോ പേരുടെ ജീവിതമാണ് തകർത്തതെന്ന് ശ്രദ്ധിക്കുക. തെറ്റൊന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞ് സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് ഇരയായി മാറി.
മറ്റൊരു വശത്ത് കുടുംബത്തിനായി കഷ്ടപ്പെട്ട് ഭാര്യയും മക്കളെയും സ്നേഹിച്ച ഒരു ഭർത്താവിൻ്റെ, ഒരച്ഛൻ്റെ ജീവൻ പോയി. തെറ്റായ ബന്ധങ്ങൾ ഒരിക്കലും സ്ഥിരമായ സന്തോഷമോ സമാധാനമോ ഒന്നും നൽകില്ല. ഈ ഒരു സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ സംഭവത്തിലൂടെ തന്നെ. വസീം സ്വന്തം തെറ്റ് മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അതൊരു അടിയിൽ തുടങ്ങി അവസാനം അതൊരു കൊലപാതകത്തിലെത്തി. ഒരു തെറ്റ് മറയ്ക്കാൻ ചെയ്ത ഓരോ തെറ്റും അവനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചു. പൊതുവേദിയിൽ പോലും തല ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങാതിരിക്കുക, കഴിയുന്നത്ര അവയിൽ നിന്നൊക്കെ പിന്മാറുക, മാറി നിൽക്കുക. ഒരു സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം ജീവിക്കാൻ ശ്രമിക്കുക. കൊലപാതകം ഒരിക്കലും ഒരു പ്രശ്നത്തിനും സ്ഥിരമായ പരിഹാരം നൽകില്ല. അതൊരു നാൾ വീണ്ടും നിങ്ങളെ മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിടുക തന്നെ ചെയ്യും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ചിട്ട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഈ ഓരോ എഫേർട്ടിനും നിങ്ങൾ തരുന്ന ലൈക്കും കമൻസും ഒക്കെ വളരെ മോട്ടിവേഷനാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.